നമ്മുടെ ഫ്രണ്ട് ഷീബ ടീച്ചർ എന്നാണ് പേര്. ഷീബ ടീച്ചർ നമുക്ക് ഒരു കുപ്പിയില് മണ്ണിര കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ കൊണ്ടൊരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എഴുതി. അപ്പൊ നമ്മള് അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചകിരി എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഏച്ചിയാണ് കേട്ടോ സഹായിക്കുന്നത്. അത് പൊളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിന് വേണ്ടി ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് പോവാണ്. കുറച്ച് നല്ലോണം തന്നെ വേണം, അത് കുതിർന്ന് വരണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതിനെ കുതിരാൻ വേണ്ടി വെക്കണം. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന യന്ത്രം നമ്മളടുത്ത് പണ്ടേ ഉള്ളതായിരുന്നു. അതിപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ഇത് വച്ച് പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചകിരി എടുത്ത് ഇടുകയായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ കുതിർക്കാൻ വെച്ച വെള്ളത്തിലിട്ട് വെച്ച ചകിരിയും നമ്മൾ ആ യന്ത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിലെന്തെങ്കിലും ജീവികളുണ്ടെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിലേക്ക് ഓലയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പൊട്ടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കാട്ടുകോവൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇലയും കായുമാണ് നമ്മൾ അതിലേക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മണ്ണിരൻ്റെ ഒരു ബോട്ടിൽ എടുത്തു. അത് ഷീബ ടീച്ചർ എന്ന ബോട്ടിൽ നമ്മൾ എടുത്തു. ഇനി അത് നമ്മൾ ആ യന്ത്രത്തിലേക്ക് മണ്ണിര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ഉറുമ്പ് കയറാണ്ട് നോക്കണമെങ്കിൽ ഇതവിടെ ഒരു കുഴി പോലത്തെ ഒരു സാധനമുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും വെള്ളം നിറച്ചു കൊടുത്താൽ അതിലേക്ക് ഉറുമ്പ് കയറ്റില്ല. ഈ ഉറുമ്പ് മണ്ണിരനെ തിന്നുന്നത് കൊണ്ട് ഈ കുഴിയിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഉറുമ്പിനെ മണ്ണിരനെ തിന്നാനും കഴിയില്ല, അതിലേക്ക് കയറി പോവാനും കഴിയില്ല. അപ്പോൾ അവിടെ ഫുൾ അഴുക്കായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ പോക്കി ഉറുമ്പിന് കയറാൻ പറ്റാത്ത വിധം ആക്കി. അപ്പോൾ ഗൈസ് ഞാനാണ് ഈ മണ്ണിരനെ എടുത്തിടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ മണ്ണിരിപ്പം പോയി കാണിച്ചു തരാം കേട്ടോ. അതിൽ കുറേ മുരിങ്ങേൻ്റെ ഇലയും ചാണകമൊക്കെ ഇട്ടിട്ടായിരുന്നു നമുക്ക് ഷീബ ടീച്ചർ തന്നത്. അപ്പോൾ മണ്ണിരയൊക്കെ കുറേ ഉണ്ട്, ഞാൻ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. അതിലെത്തുമ്പോൾ ഒരുപാട് മണ്ണിര ഉണ്ടായിരുന്നു. ഇതഴയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തോന്നുന്നു. ഒരു മണ്ണിര എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അത് പോന്നേ ഇല്ല എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ തട്ടി അതിനെ അങ്ങോട്ട് താഴെ ഇട്ടു.
മണ്ണിര മാത്രമല്ല, അതിൽ കുറേ ചേരട്ടയും പുഴുവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചേരട്ടേനെയൊക്കെ തോന്നുന്നത്. പക്ഷേ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് അതാ ചേരട്ടയുണ്ട് ഇപ്പോൾ. പക്ഷേ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് എനിക്ക് അത്ര ഇത് ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡിയായി, മണ്ണിര കമ്പോസ്റ്റ് റെഡിയായി. ഇനി അതിൻ്റെ മേലിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നെറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അന്നേരം പക്ഷിയൊന്നും കൊത്തി കൊണ്ടുപോകത്തില്ല, ഉറുമ്പൊന്നും വരത്തില്ല. നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള തന്നെ ഒരു നെറ്റ് അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് റെഡിയായപ്പോൾ നമുക്ക് ഇതിന് തീറ്റ കൊടുക്കാം. അപ്പോൾ എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി 10 ദിവസത്തേക്ക് മണ്ണിരയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ലെന്ന്, വാഴപ്പോള മാത്രം കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല, വാഴപ്പോള മാത്രം. അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊത്തുവാണ് മണ്ണിരയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പഴം ഉണ്ടായിരുന്നു കേട്ടോ, ബജ്ജി ഉണ്ടാക്കുന്ന പഴം ഉണ്ടായിരുന്നു. നമ്മൾ അതും എടുത്തുകൂടാ. അപ്പോൾ കുറേ പഴം പക്ഷി കൊത്തിയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പം പഴുക്കുകയും ചെയ്തു ഇച്ചിരിയെല്ലാം. ഇതാ പക്ഷി കൊത്തിയെന്ന് കാണാൻ കഴിയും. ഇത് ബജ്ജി ഉണ്ടാക്കുന്ന പഴമാണ്. ഇതിനെ കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാണ്. ഒരു സമയം ഉണ്ടാക്കിയത്. നമ്മൾ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം കേട്ടോ, ബജ്ജി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. അപ്പം എൻ്റെ അമ്മ വാഴപ്പഴം കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കളർ സാധനമായിരിക്കത്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ആ മണ്ണിലേക്ക് വെച്ച് കൊടുക്കണം. പതുക്കെ വെച്ച് കൊടുക്കണം. സ്പീഡിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ മണ്ണിര ചത്തുപോകും കേട്ടോ. പതുക്കെ കൈ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വേണം വെക്കാൻ. ഈ 10 ദിവസത്തേക്ക് മണ്ണിലേക്ക് ചാണകം ഉരുട്ടിയും വാഴപ്പോളയും സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് 10 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണ്ടാത്തതും എല്ലാം നമുക്കതിന് കൊടുക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.